ആ പറഞ്ഞ എപ്പോഴാ ഡിബേറ്റ് ചെയ്യേണ്ടത്? ഏത് ഡിബേറ്റ്? ആരാ നിങ്ങൾ? എന്താണ്? ജാബിർ. ജാബിർ. ആ ആ പറയൂ. എന്റെ സ്ഥലം ആലപ്പുഴയാണ്. ആ ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനെതിരായിട്ട് എനിക്ക് നിങ്ങളായിട്ട് എന്താ അറിയോ, ഞാനിങ്ങനെ അരീക്കോട്ടുനിന്ന് ഒരാൾ വിളിക്കും, കോഴിക്കോട്ടുനിന്ന് ഒരാൾ വിളിക്കും, ഡിബേറ്റിനുണ്ട് അറിയും. എന്നിട്ട് നമ്മളതിന് തയ്യാറാവും. എന്നിട്ട് അതിനു വേണ്ടി ബാക്കി തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് നമ്മളതിന് പ്രിപ്പറേഷൻ തുടങ്ങും. എന്നിട്ട് തലേ ദിവസം പോലീസ് പെർമിഷൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഏകപക്ഷീയമായിട്ട് പിന്മാറുന്നു എന്ന് പറയും. അതുകൊണ്ട് അത്തരം സമയം കൊല്ലി പരിപാടികൾക്ക് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ഡിബേറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ആളുടെയോ ഒരു കൂട്ടായ്മയുടെയോ ഒക്കെ ഭാഗമായിട്ട് ഔദ്യോഗികമായിട്ട് വരൂ കേട്ടോ. ഞാനിപ്പോ 23-ാം തീയതി പറയട്ടെ. 23-ാം തീയതി അരീക്കോട്ടുന്ന ഒരു ഉസ്താദ് വിളിച്ചിട്ട് ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ സംഭവത്തിന് വാടാ എന്നൊക്കെ പറഞ്ഞ് 5 ലക്ഷം ഉറുപ്യ വരാം എന്നൊക്കെ പറഞ്ഞ് സംഭവത്തിന് വിളിച്ചു. ഒരു മാസം സമയം കൊടുത്ത് അവർക്ക് ഒരു മാസത്തെ എന്തോ ആശുപത്രി കേസ് ഉണ്ട്. അപ്പം ഫെബ്രുവരി 23-ാം തീയതിക്ക് പരിപാടി ഫിക്സ് ചെയ്തു, ജനുവരി 16-17-ാം തീയതി. എന്നിട്ട് ഫെബ്രുവരി 11-ാം തീയതി 12-ാം തീയതി വിളിച്ചിട്ട് പിന്നെ പരിപാടിക്ക് ഹോളും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഇനാം പ്രഖ്യാപിച്ച DD എടുക്കാൻ പറയുന്നത് അത് എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തിട്ടേ അവസാനം അവസാനം 23-ാം തീയതിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു, DD എടുപ്പിച്ചു, ഹോള് ബുക്ക് ചെയ്തു. ഇതൊക്കെ ഞാൻ പിന്നാലെ കുത്തിയിരുന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാണ്. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞ അവസാനം പോലീസിൽ ഇതൊക്കെ ഒന്ന് അറിയിക്കണം, ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന്. നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ. അത് പറഞ്ഞ സമയത്ത് അതിലൊരു കൊനിഷ്ഠ ഒപ്പിച്ച് പരിപാടിക്ക് അനുമതി നിഷേധിച്ചു എന്നും പറഞ്ഞിട്ട് പിൻവാങ്ങി. അപ്പൊ നമ്മൾ ഈ ഒരു മാസം ഇരുന്നതും കാത്തിരുന്നതും തയ്യാറെടുക്കുന്നതും ഒക്കെ വേസ്റ്റ് ആണ്. ഊരി പോകുന്നവന് ഊരി പോകാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘത്തിന്റെയോ സംഘടനയുടെയോ കൂട്ടായ്മയുടെയോ ഒക്കെ ഭാഗമായിട്ട് വരും. ഇനി അങ്ങനത്തെ ഡിബേറ്റ് എടുക്കുന്നുള്ളൂ. അതല്ല, നമുക്കാണെങ്കിൽ ഓൺലൈനായിട്ട് ഒരു അരമണിക്കൂർ ഡിബേറ്റ് നടത്താം. അല്ല, അങ്ങനെ ഫോണിൽ സംസാരിച്ചോളി. ഓൺലൈനിലൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിച്ചോളി. അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ മനസ്സിലായില്ല. ഇപ്പൊ ഫോണിൽ സംസാരിച്ചോളി. ഇപ്പൊ പറഞ്ഞോളി. ഓക്കെ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ല ഇസ്ലാമിനെ ഇതാക്കുന്നത്? എന്താക്കുന്നത്? ഇസ്ലാം എല്ലാം കറക്റ്റാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം വ്യവസ്ഥാപിതമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? നിങ്ങൾ ദർസിലൊക്കെ ഓതിയതല്ലേ നിങ്ങൾ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസല്ലേ? യെസ്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ. എന്താ ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുക? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി. അയ്യേ, ഒരു മിനിറ്റ്, ഇതൊന്ന് ഇനി പറയ്. ഇത് ബ്ലൂടൂത്ത് ഇങ്ങനെ ഹാങ് ആവുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി, ഒരു കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ എന്തിനെങ്കിലും വിമർശിക്കാൻ നിൽക്കുന്നത്? എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഞാൻ അങ്ങനെ വിമർശിക്കും. നമുക്ക് ഡിബേറ്റ് നടത്താമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതാ നിങ്ങൾ പറഞ്ഞോളി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹു താല ആദ്യം അവതരിപ്പിച്ചു കൊടുത്ത ആയത്ത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക. ഞാൻ അക്കീദയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാറുള്ളത്. അക്കീദ എന്ന് പറയുന്നത് പറഞ്ഞുതരാം. അക്കീദ എന്ന് പറയുന്നത് വിശ്വാസമുള്ളവരുടെ മേഖലയാണ്. വിശ്വാസം ഇല്ലാത്തവരുടെ മേഖല എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് ഡിബേറ്റ് നടത്തുക പറയുമ്പോൾ നമ്മൾ ഇടപെടുന്ന മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണമല്ലോ. എന്നെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു സാമൂഹിക രാഷ്ട്രീയ നിയമമായിട്ട് മനുഷ്യർക്ക് അനുഭവഭേദ്യമാകുന്ന തരത്തിൽ അതിന്റെ ഫിഖ്ഹി രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ കർമ്മശാസ്ത്ര വിധിയുടെ രൂപത്തിൽ എല്ലാ മനുഷ്യരെയും ചൂഴ്ന്നു നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ കുടുംബ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ മേഖല. അതിനെക്കുറിച്ച് പറഞ്ഞോളി. മറ്റേത് അക്കീദയാണ്. അക്കീദ വിശ്വാസത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിഷയമാണ്. മനസ്സിലായോ? അക്കീദയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട, കാരണം എനിക്ക് വിശ്വാസമില്ല. മനസ്സിലായോ? നിങ്ങൾ ഫിഖ്ഹിന്റെ കാര്യത്തിൽ പറഞ്ഞോളി. ഫിഖ്ഹാണ് എന്റെ മേഖല. മറ്റു മനുഷ്യരെയും കൂടെ ബാധിക്കുന്നത് ഫിഖ്ഹാണ്. പറഞ്ഞോളി. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വൈറലാകാൻ തുടങ്ങി. നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കും. ഇത് നാട്ടുകാർ മലയാളത്തിൽ എന്റെ വീഡിയോ വരുന്നത്, അതുകൊണ്ട് മലയാളത്തിലേ സംസാരിക്കാറുള്ളൂ. അതല്ല, എന്റെ പല ഫ്രണ്ട്സും ഇത് കാണുന്നുണ്ട് പുറത്തൊക്കെ. ആയിക്കോട്ടെ. അത് നമുക്ക് സബ് ടൈറ്റിൽ ഇടാം, കുഴപ്പമില്ല.
ഇവിടെ മലയാളികൾ കേൾക്കണം, മലയാളികൾ കേൾക്കണം. നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നാ പറഞ്ഞേ? അല്ല, by the grace of Almighty Allah, I have having MA BEd in Arabic language. Now I work as a translator for Arabic in Lakeshore Hospital. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ലേക്ഷോർ ഹോസ്പിറ്റലില് അറബികൾക്ക് വേണ്ടി അറബി ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആയിക്കോട്ടെ, വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ ഇനി നമ്മൾ മലയാളത്തിലാണ്, ഞാൻ എന്റെ മതവിമർശനം നടത്തുന്നത് മലയാളത്തിലാണ്, എന്റെ സബ്ജക്ട് നിൽക്കുന്നത് മലയാളത്തിലാണ്, എന്റെ ഓഡിയൻസ് മലയാളികളാണ്, പ്രൈമറി ഓഡിയൻസ്. ഓക്കെ, മറ്റു ഭാഷകളിൽ കേൾക്കാനുള്ള ആളുകൾക്ക് അതിന്റെ സബ് ടൈറ്റിൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഓഡിയൻസുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ വിമർശനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചത്. അതെ, അപ്പൊ ഇനി പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഡിബേറ്റ് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിത നേതൃത്വമോ മതസംഘടനയോ അല്ലെങ്കിൽ മതസംഘടനകളുടെ ഉപസംഘടനകളായിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ അതിന്റെയൊക്കെ ലേബലിൽ അതിന്റെയൊക്കെ ഒരു അഡ്രസ്സിൽ വരൂ കേട്ടോ. മറ്റേന്ന് വെച്ചാൽ നമ്മൾ സമയം കൊല്ലിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ മറ്റത് നമുക്ക് ഫോണിൽ സംസാരിച്ചോളൂ. എന്റെ ഒരു കൂട്ടുകാരനെ, ഹലോ, പറഞ്ഞോളൂ. അള്ളാഹു താല അള്ളാഹു റസൂൽ ആദ്യം അവതരിപ്പിച്ചു കൊടുത്ത ആയത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, വായിച്ചോളൂ. സുഹൃത്തെ, നിങ്ങള് ദൈവം ആദ്യം ഒരു മിനിറ്റ് എന്താ അറിയോ, എനിക്ക് എന്റെ സമയം എന്ന് പറയുന്നത്, എനിക്ക് എന്റെ സമയത്തിന് ഒരു വിലയുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനും തമ്മിലുള്ള കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. അത് അക്കീദായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആദ്യം അവതരിപ്പിച്ച വചനം, ഈ വചനം അവതരിപ്പിച്ചത് തന്നെ ദൈവികമാണോ അല്ലേ എന്ന് സംശയിക്കുന്ന അല്ല, ആൾക്കാർ മെയിൻ ആയിട്ട് 3 രീതിയിലാണ് വായിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ആഴത്തിൽ വായിക്കും, രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ അത്യാവശ്യത്തിന് വായിക്കും, മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാർ ടൈം പാസിന് വായിക്കും. അപ്പൊ ആഴത്തിൽ വായിക്കുന്ന ആൾക്കാർ ഉദാഹരണത്തിന് അവർ ഡോക്ടർമാര്, സയന്റിസ്റ്റുമാർ, എഞ്ചിനീയർമാരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാര്, സയന്റിസ്റ്റുമാര് ആഴത്തിൽ വായിക്കുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവൻ ഉപരിപ്ലവമായിട്ട് വായിക്കുന്നവരാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അല്ല, നിങ്ങൾ വുഡ് ലൈക്ക് ടു ടെല്ലണ്ട, നിങ്ങൾ ഇത് പറയും, മലയാളത്തിൽ പറയും. ഇത് വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ കേൾക്കട്ടെ, സാധാരണ മനുഷ്യരോട് കേൾക്കട്ടെ, സാധാരണ മനുഷ്യർ. അല്ല, അത് മനസ്സിലായി. അത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പിന്നെ സയന്റിസ്റ്റും ആണ് അങ്ങനെ ഡീപ്പ് റീഡിങ് ചെയ്യുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അല്ല, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും, ഇതിന്റെ ഡാറ്റ വെച്ചിട്ട് മുന്നോട്ട് പോകും. അല്ല, നിങ്ങളുടെ കൂട്ടുകാരനല്ല സുഹൃത്തെ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങൾ US-ലോ കാനഡയിലോ ഓസ്ട്രേലിയ, നിങ്ങൾ നോക്കൂ, ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണോ? നിങ്ങൾ ലേക്ഷോർ ഹോസ്പിറ്റലിൽ നാണക്കേട് ഉണ്ടാക്കാൻ വിളിച്ചാണോ? അല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 50 സ്റ്റേറ്റ്സ് ആണുള്ളത്. ഞാൻ ചോദിച്ച ഒരു മിനിറ്റ് അതിൽ കുറച്ച് ഡീപ് സ്റ്റേറ്റ് ആണ് അല്ലേ? ഫ്ലോറിഡ, ജോർജിയ, ഹവായി, ഐഡഹോ, ഇല്ലിനോയ്സ്, ഇൻഡിയാന, ലോവ, കൻസസ്, കെൻറ്റക്കി, ലൂയിസിയാന, മെയിൻ, മേരിലാൻഡ്, മേരിലാൻഡ്, മിഷിഗൻ, മിനസോട്ട, മിസിസിപ്പി, മിസൂറി, മൊനട്ടാന, നെബ്രാസ്ക, നെവാഡ, ന്യൂ ഹാംഷയർ, ന്യൂജേഴ്സി. നിങ്ങൾക്ക് ഭയങ്കര അറിവുണ്ട് കേട്ടോ. നിങ്ങളാ മറ്റേ ഇയാളോടൊന്ന് പോയിട്ടൊന്ന് മുട്ടിക്കാളി. ഒഹിയ, ഒക്കഹാമ, ഇങ്ങനെ 50 സ്റ്റേറ്റ്സിൽ അവൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് അവന് കാണാൻ സാധിച്ചു. റീഡിംഗ് മേക്സ് എ കൺട്രി ഗ്രേറ്റ്. പക്ഷെ നമ്മുടെ റസൂൽ അല്ലാഹു തആല ആദ്യം അവതരിപ്പിച്ചു കൊടുത്ത, അയ്യോ കഷ്ടം സുഹൃത്തെ, നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വിഷയം സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങളൊരു വിഷയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ഓക്കെ, നിങ്ങൾക്ക് സബ്ജക്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസമല്ല എന്റെ സംസാര വിഷയം, നിങ്ങളുടെ വിശ്വാസം. ഒരു മിനിറ്റ്, ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ? അപ്പൊ നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, ഒരു ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചതല്ലേ? നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചതല്ലേ? നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചതാണോ അല്ലേ? കാരണം നമ്മുടെ പ്രവാചകൻ അല്ലാഹു തആല ഏറ്റവും, നിങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ അല്ല, നിങ്ങളുടെ പ്രവാചകൻ, മുസ്ലിങ്ങളുടെ പ്രവാചകൻ. അതെ, അവിടെ ആദ്യം അവതരിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോളൂ. അത് മറ്റുള്ളവരെ ബാധിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, എന്നാ നിങ്ങളെ നിലവാരം നിങ്ങൾ വീണ്ടും വെളിപ്പെടുത്താണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിച്ച് വിളിച്ചാന്ന്. നിങ്ങൾ അന്നത്തെ സംസാരം കേട്ടത്. നിങ്ങളുടെ സ്ലാങ്ങുകൾ വ്യത്യസ്തമായതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഉദാഹരണത്തിന് അമേരിക്കൻസ് ഇംഗ്ലീഷ് സംസാരിക്കും. അതെ, നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് വലിയ കുന്ത്രാണ്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും വിഷയത്തിൽ സംസാരിക്കാനുള്ള ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൽ കുന്ത്രാണ്ടമുണ്ട്. രണ്ടാമത്തെ واختلاف ألسنتكم وألبانكم إن في ذلك لآيات للعالمين. നിങ്ങളുടെ സ്ലാങ്ങുകൾ വ്യത്യസ്തമായതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പിന്നെ in English, if a person is in a very good social position or rich, we say he is born with a silver spoon in his mouth. പിന്നെ I am a very interesting and അല്ല, നിങ്ങൾ ഗുഹയിൽ പോയപ്പോ എന്തെങ്കിലും പുക വന്നോ? പുക വന്നില്ലേ? പുതപ്പിട്ട് മൂടിയോ? മൂടിയില്ലേ? ആദ്യം വന്ന ആയത്ത് അതാണോ അതല്ലേ? അമേരിക്കയിൽ എഴുതി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ട്? ഇതൊന്നും എന്റെ വിഷയമല്ല, ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ, സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു തആല നിങ്ങളോട് തടയുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവരുമായ അന്യമതസ്ഥരോട് നിങ്ങൾ നല്ല രീതിയിൽ അനുവർത്തിക്കുന്നതിനും അവരോട് നീതി പുലർത്തുന്നതിനും അല്ലാഹു തആല നിങ്ങളോട് തടയുന്നില്ല. നിങ്ങൾ അവരോട് നീതി വർത്തിക്കുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും നീതി പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്ന അന്യമതസ്ഥരോട് നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കണം. എന്താ നല്ല രീതിയിൽ നിൽക്കുക? അന്യമതസ്ഥർ നല്ല രീതിയിൽ നിൽക്കുക എന്നാണ് എന്താ ഉദ്ദേശിച്ചത്? ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞതും കാഫിറുകളൊക്കെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ ഇതെന്താ ആജ്ഞാപനം എന്താ? ആയത്തിറങ്ങിയതിന്റെ സന്ദർഭമുണ്ട്, അത് നിങ്ങൾ പറഞ്ഞോളി. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞതിന്റെ സന്ദർഭം വിവരിച്ചോളി. കാഫിറുകൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭം വിവരിച്ചോളി. അങ്ങനെ എവിടാ പറയുന്നത്? നിങ്ങൾ പറയും, നിങ്ങളെല്ലാം പഠിച്ച് അറബി തഹസീലായ ആളല്ലേ, നിങ്ങൾ ഹാഫിളല്ലേ? പറയും. അറബിയിൽ ഇഷ്ടം പോലെ ഇത് ഈ രണ്ട് കാര്യം പറഞ്ഞോളി. ഇപ്പൊ നിങ്ങളൊരു വിഷയത്തിലേക്ക് വന്നു, അങ്ങനെ വിഷയത്തിൽ സംസാരിക്കും. സുഹൃത്തെ, ഞാൻ പറഞ്ഞ രണ്ട് ഖുർആൻ വചനത്തെ കുറിച്ച് പറയും. നിങ്ങൾ കൂടി നടന്നിട്ട് ഇതായിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ ലൂസ് മോഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആശുപത്രിയിലല്ലേ? ونغمات داوود وعفات مريم فقبلتها 99 قبلة في الخد فنفخنا فيه من روحنا. പറഞ്ഞോളി. فنفخنا فيه من روحنا. നിങ്ങൾ അറബി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇത് പറയും. ഞാൻ പറഞ്ഞ ആ ഖുർആൻ വചനത്തിന്റെ നിങ്ങൾ സന്ദർഭ സാഹചര്യം, നിങ്ങളൊരു ഖുർആൻ വചനം പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഖുർആൻ വചനങ്ങളുടെ ഹിന്റ് തന്നു. ആ രണ്ട് ഖുർആൻ വചനങ്ങളുടെ സന്ദർഭം സാഹചര്യം വിശദീകരിക്കണം എന്ന് പറഞ്ഞു. വിശദീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ അറബി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറ സുഹൃത്തെ. അല്ല, നിങ്ങൾ അറബി പഠിച്ചിട്ടുണ്ടോ? അതെനിക്ക് അറിയണം. കാരണം ഒരു ഖുർആൻ നിങ്ങൾ വിശദീകരിച്ചോളി. എനിക്ക് അറബി അറിയില്ല, നിങ്ങൾ വിശദീകരിച്ചോളി. അല്ല, ബലാഗത്ത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ഇത് കേൾക്ക എല്ലാ പ്രേക്ഷകരും കേൾക്കും, ഞാൻ മാത്രമല്ല. പിന്നെ ചില സമയം നിങ്ങൾ പറഞ്ഞോളൂ. ഈ രണ്ട് ഖുർആൻ വചനങ്ങളുടെ വിശദീകരണങ്ങൾ പറഞ്ഞോളി. സുഹൃത്തെ, ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യത്തിൽ സംസാരിക്കൂ, അല്ലാതെ വെറുതെ നിങ്ങൾ എന്തെങ്കിലും പറയാം. ജനിക്കുന്ന സമയത്ത് അവരുടെ വിരലുകളെ ചെവിയിലേക്ക് ഇടുമായിരുന്നത് ഖുർആനകത്ത് വരുന്നില്ലേ? ഞാൻ പറഞ്ഞ രണ്ട് ഖുർആൻ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശത്രുക്കളോട് അല്ലെങ്കിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാതെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവരല്ലാതെ ഒന്നും ചെയ്യരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നിങ്ങളോട് പറയുന്നില്ല നിങ്ങളോട്. അതല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ വാചനം, ഞാൻ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം പറയും സുഹൃത്തെ. നിങ്ങൾ എന്റെ സമയം മെനക്കെടുത്തരുത്. നിങ്ങൾക്ക് ചിലപ്പോ ലേക്ക് ഷോർ വെറുതെ പണി സാലറി തന്നെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, എനിക്ക് പണിയുണ്ട്. എനിക്ക് ടിപ്സ് ചിലപ്പോ. അല്ല, ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്, അതൊന്നും എന്നെ വിഷയമല്ല. ഞാൻ പറഞ്ഞ രണ്ട് ഖുർആൻ വചനത്തിന്റെ സന്ദർഭം ആശയം വിശദീകരിക്കണം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിശദീകരിച്ചോളി, അതിനുള്ള സമയമാണ്, വിശദീകരിക്കൂ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറബിയിൽ കൊണ്ട് ദുആ ചെയ്തു, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹു. അപ്പൊ ശരി, വീണ്ടും അസ്സലാമ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രണ്ട് ഖുർആൻ വചനങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. ശരി. നിങ്ങൾ ആ ആശുപത്രിയിലല്ല ഡോക്ടറെ കാണിക്കേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളത്. അല്ല, ഞാൻ പറയാണേ, ഞാൻ നിങ്ങളടുത്തൊരു ഖുർആൻ വചനം ഓർമ്മിപ്പിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അതിന്റെ സന്ദർഭം ആശയം വിശദീകരിക്കണം. വിശദീകരിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്നില്ല.
അറബി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള്? വിശദീകരിച്ചോളൂ. ഇല്ല, ഞാൻ അറബി പഠിച്ചിട്ടില്ല. ഞാൻ അറബി ഒരു മെയിൻ അപ്പൊ വിഷയമായിട്ട് പഠിച്ച ആളല്ല. നിങ്ങൾ പറഞ്ഞോളി. ഈ ബൈത്തിന്റെ അർത്ഥം പറയാവോ? ലഹാ ഹുക്കുമു ലുഖ്മാന വ സൂറത്ത യൂസുഫിൻ ഇല്ല, വ എനിക്കറിയില്ല. നഉമാതി. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ 2 ഖുർആൻ വചനത്തിന്റെ ആശയം, സന്ദർഭം അറബി അറിയാവുന്ന നിങ്ങൾ വിശദീകരിച്ചോളൂ. അല്ല, ഒരു കവിയാണെങ്കിൽ എന്റെ കാമുകിയെ പൊഴുത്തുവാണേ ലഹാ ഹുക്കുമു ലുഖ്മാൻ, എന്റെ നിങ്ങൾക്ക് കാമുകിക്ക് ബാക്കിയുള്ള ലുഖ്മാൻ. എല്ലാം അറിയാൻ പറ്റും. ഖുർആനിൽ വൃത്തികേട് വരുന്ന ഖുർആൻ വചനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം പറയാൻ പറ്റില്ല. നിങ്ങളാണ് ഖുർആൻ വചനം ഉദ്ധരിച്ച് തുടങ്ങിയത്. നിങ്ങളാണ് ഖുർആൻ വചനം ഉദ്ധരിച്ചത്. ഒരു ഖുർആൻ വചനം സന്ദർഭത്തിൽ നിന്ന് അടർത്തി ഉദ്ധരിച്ചു കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞോളി. مفرقة في القلب والكف والفم فوسطتها السندي وقبلت الثغرها فكانت حلالا لي ولو كنت محرما. മനസ്സിലായോ? പറഞ്ഞോളി. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ വിശദീകരണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു കവി തന്റെ കാമുകിയെ പറ്റി പറയുവാണ്. നിങ്ങളിത് വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കാണ് പോകായിരുന്നു. ആദ്യം അതൊന്ന് പറയും. നിങ്ങൾക്ക് എത്ര സമയം വേണം ഞാൻ ഈ പറഞ്ഞ 2 ഖുർആൻ വചനത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ? ലഹാ ഹുക്കുമു ലുഖ്മാൻ, എന്റെ കാമുകിക്ക് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തത്വം. ഞാൻ ചോദിച്ചത് കെട്ടുകഥകളെ കുറിച്ചല്ല. ഞാൻ ചോദിച്ചത് 2 ഖുർആൻ വചനങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര സമയം വേണം? ദാവൂദ് അലൈഹി നിങ്ങൾക്ക് ചെവി കംപ്ലൈന്റ് ഉണ്ടോ? നിങ്ങൾക്ക് ചെവി കംപ്ലൈന്റ് ഉണ്ടോ? പിന്നെ അല്ല, നിങ്ങൾക്ക് ചെവി വല്ല കംപ്ലൈന്റ് ഉണ്ടോ? അല്ല തലക്ക് വല്ല പ്രശ്നമുണ്ടോ? കവി വേറെ കവി പറഞ്ഞില്ലേ, നിങ്ങൾ കാക്കനാടേക്ക് വരൂ. നിങ്ങൾ കാക്കനാട് കുസുമഗിരി അടുത്ത് വരും. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഡോക്ടറെ കാണിക്കാം. ഈ അവസ്ഥയ്ക്ക് അതാണ് ബെസ്റ്റ്. ശരി, എന്നാല് ശരി. ഹലോ, ശരി എന്നാല്. അപ്പൊ നിങ്ങൾ കുസുമഗിരി പോയി കാണിച്ചാൽ മതി. അതല്ല, നമുക്ക് നിങ്ങൾ കവിതകളെ ഞാൻ കവിതകളെ കുറിച്ച് സംസാരിക്കാനല്ല. ഞങ്ങളോട് 2 തവണയും ഫോണിൽ സംസാരിച്ച സമയത്ത് തുടക്കത്തിൽ ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മേഖലകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങളൊരു ഖുർആൻ വചനം ഉദ്ധരിച്ചു. ആ ഖുർആൻ വചനത്തിന് നേർ വിപരീതമായിട്ടുള്ള 2 ഖുർആൻ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്തു. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ ഏതോ അറബി കവിതകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണ്, ബോധമുള്ള സമയത്ത്, ബുദ്ധിയുള്ള സമയത്ത്, ഭ്രാന്തില്ലാത്ത സമയത്ത് പാട്ട് പഠിച്ചാൽ ഭ്രാന്തുള്ള സമയത്ത് പാടി നടക്കാം എന്നൊരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് വമാ മലക്കത്ത് അയ്മാനിക്കോ? എന്താത്? അല്ല, എന്താണ്? ഒന്ന് പറഞ്ഞേ, ഒന്ന് അർത്ഥം വെച്ച് കേക്കട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വബിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നിങ്ങൾ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ, നിങ്ങൾ വഴിയാത്രക്കാർക്ക് നന്മ ചെയ്യണം. അയ്മാനുക്കും ഒന്ന് വിശദീകരിച്ചു. അടിമസ്ത്രീകൾ അടിമത്തൊക്കെ ഉണ്ടോ ഇസ്ലാമില്? അതല്ല, കാരണം ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഇത് ഇസ്ലാമിൽ അനുവദനീയമായിരുന്നു. അടിമത്തൊക്കെ ഉണ്ടോ? അടിമത്തം ഇസ്ലാമിൽ അനുവദനീയമായിരുന്നു. അത് ഇസ്ലാമിന്റെ ഒരു ഇതാണ്. ഇപ്പോഴോ? ഇപ്പൊ വലുതായിട്ടൊന്നും ഇത് നിലനിൽക്കുന്നില്ല. അത് ഈ അടിമ സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറണമെന്ന് പഠിച്ചോന് പറഞ്ഞപ്പോ അടിമത്തം നിർത്തലാക്കണം എന്ന് പറഞ്ഞ ഖുർആൻ വചനം ഒന്നും പറയോ? ഇപ്പൊ ഇല്ലാത്തതിന്റെ ഒരു കാരണം ഒന്നും കൂടി എന്നൊക്കെ അന്വേഷിക്കണല്ലോ. അള്ളാഹ് അനുവദിച്ചു കൊടുത്ത അടിമത്തം ഇല്ലാതെ പോയപ്പോ തീർച്ചയായും അല്ലാഹു തആല ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറൻ, അഹങ്കാരികളെയും മുഖ്താലയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തുൻ നിസാ ഈ ആയത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങൾ ഓരോ വിഷയത്തിൽ നിന്ന് ഓടിപ്പോണല്ലോ സുഹൃത്തെ. നിങ്ങൾ പറഞ്ഞ ഖുർആൻ വചനം വിശദീകരിച്ചിട്ട് അതിലൊരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ ഈ കോലത്തിൽ പോയാലോ? മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. വഖ്തുലൂഹും ഹൈസു സഫിഖ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽഫിത്നതു ശദ്ദും മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം. നമുക്ക് ഖുർആൻ വചനമൊക്കെ നമുക്ക് വായിക്കാൻ പറ്റേ? എന്തതിന്റെ അർത്ഥം? ഫഖ്തുലൂഹും ഹൈസു സഫിഖ്തുമൂഹും.
വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊന്നു കളയുകയും ചെയ്യുക. 290. ഏത് യുദ്ധസമയത്താണ്? പറയ് ഏത് യുദ്ധസമയത്തായിരുന്നു ഈ വചനം അവതരിച്ചത്? ഏത് യുദ്ധസമയത്തായിരുന്നു? അല്ല, പറയൂ. ഈ പറഞ്ഞ വചനം ഏത് യുദ്ധ സന്ദർഭത്തിലായിരുന്നു ഇറങ്ങിയത്? ഇത് ഞാൻ ഉണ്ണാക്കൻസിനോട് ചോദിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞില്ല. നിങ്ങൾ പറയും. തൗബയുടെ സമയത്ത് ഇറങ്ങിയ ആയത്തായിരുന്നു. അല്ല, ഇത് തൗബത്തെ ആയത്തല്ലേ വായിച്ചത്? നിങ്ങൾക്ക് ഖുർആനും അറിയില്ലേ? അതല്ല, തൗബയിലെ വചനം അല്ല ഞാൻ ഉദ്ധരിച്ചത്. അല്ല, ഞാൻ സൂറത്ത് തൗബയിലല്ല ഉദ്ധരിച്ചത്. എനിക്കറിയാതെ. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂഹും. ഏത് യുദ്ധ സന്ദർഭത്തിലായിരുന്നു അത്? അത് യുദ്ധസമയത്ത് ഇറങ്ങിയ ഏത് യുദ്ധമായിരുന്നു? ആ യുദ്ധത്തിന്റെ പേരോട് പറയും. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല, ഇത് ഏത് യുദ്ധമായിരുന്നു? ഇതും പറയാതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഒരു 3 ഓടിപ്പോയിട്ട് 4ാമത്തോടത്തിട്ട് പിടിച്ചതാണ്. ഇത് പറയും, ഇവിടെ പറയും. ഏത് യുദ്ധം? യുദ്ധത്തിന്റെ പേര് പറയൂ സുഹൃത്തെ. ഏത് യുദ്ധം? പിന്നെ യുദ്ധം ഏതാ ഞാൻ ഓർക്കുന്നില്ല. ഏത് നോക്കിയിട്ട് എപ്പോ വിളിക്കും? ഇങ്ങനെ പോയതാ പണ്ട് ഉണ്ണാക്കൻസ് അസോസിയേഷൻ. ഇത് ഏത് യുദ്ധക്കളത്തിൽ? ഇത് യുദ്ധക്കളത്തിൽ അവതരിച്ചതാണെന്നാ പറഞ്ഞത്. ഏത് യുദ്ധക്കളത്തിലായിരുന്നു? നിങ്ങൾ ചോദിക്കണ്ട, ഇതിന് ഉത്തരം പറയും. ഇതിൽ ഏത് യുദ്ധത്തിലായിരുന്നു? ഇത് ഏത് യുദ്ധത്തിലായിരുന്നു? ഇത് ഏത് യുദ്ധക്കളത്തിലായിരുന്നു എന്ന് പറയൂ. ഏത് യുദ്ധക്കളായിരുന്നു ഇത്? തബൂക്ക് യുദ്ധത്തിൽ 3 സഹാബാക്കൾ. ഇത് ഏത് യുദ്ധക്കളത്തിൽ അവതരിച്ചതാണെന്ന് വെച്ചാൽ തബൂക്ക് യുദ്ധക്കളത്തിൽ അവതരിച്ചതാണത്. ഇത് പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇത് പറയും. ഇത് യുദ്ധക്കളം ഏതായിരുന്നു? ഇത് ഏത് യുദ്ധക്കളമായിരുന്നു? പറയൂ സുഹൃത്തെ. ഏത് യുദ്ധക്കളം? ആ യുദ്ധത്തിന്റെ പേര് പറഞ്ഞോളൂ. ഇത് യുദ്ധക്കളത്തിൽ അവതരിച്ചാണെന്നാണല്ലോ. ഏത് യുദ്ധക്കളം? ഏത് യുദ്ധക്കളം? ഏത് യുദ്ധക്കളമായിരുന്നു ഇത്? അപ്പൊ ഇത് നിങ്ങൾ ഉണ്ണാക്കൻസിന്റെ വഴിയെ പൊയ്ക്കോളൂ. നിങ്ങൾ ഇതിന്റെ യുദ്ധക്കളം ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് വിളിക്കൂ കേട്ടോ. ഇത് ഏത് യുദ്ധക്കളാണെന്ന് പറയൂ. തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സഹാബാക്കളുടെ പേര് പറ. തബൂക്ക് യുദ്ധം? ഏത് തബൂക്ക് യുദ്ധം? പിന്നെ നബിതങ്ങളും പിന്നെ ശത്രുക്കൾക്കിടയിൽ നടന്ന വലിയ യുദ്ധമാണ് തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധം എവിടെ വെച്ചിട്ടാ തബൂക്ക് യുദ്ധം നടന്നത്? സ്ഥലത്ത് വെച്ചാണ് നടന്നത്. സൗദി അറേബ്യയിലെ തബൂക്ക് എന്ന യുദ്ധത്തിൽ സ്ഥലത്ത് വെച്ച് നടന്ന വലിയൊരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. അതില് പിന്നെ തൗബയിലൊക്കെ അതിനെ പറ്റി വ്യക്തമായിട്ട് അതിനെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്ത് തബൂക്ക് യുദ്ധത്തിലാണ് ഈ വചനം അവതരിച്ചത്. തബൂക്ക് പര്യടനാണോ തബൂക്ക് യുദ്ധാണോ? തബൂക്ക് യുദ്ധമാണോ? അല്ലെ, നിങ്ങളുടെ ഭ്രാന്ത് പ്രദർശിപ്പിക്കാനല്ല ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഉള്ള കാര്യം പറയാലോ. അല്ല, നിങ്ങളുടെ ഭ്രാന്ത് പ്രദർശിപ്പിക്കലല്ല എന്റെ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭ്രാന്ത് പ്രദർശിപ്പിക്കലല്ല ഇതിന്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഭ്രാന്ത് പ്രദർശിപ്പിക്കലല്ല ഉദ്ദേശം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത 3 സഹാബികളുടെ പേര് നിങ്ങളോട് അറിയാൻ നിങ്ങൾക്ക് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല. നിങ്ങൾ ആ വചനത്തിന്റെ പേര് പറയും. ആ വചനം ഏത് യുദ്ധക്കളത്തിലായിരുന്നു പറയും. തബൂക്ക് യുദ്ധത്തിൽ 3 സഹാബാക്കൾ പങ്കെടുത്തില്ല. അപ്പൊ നമ്മൾ അവരുടെ പേര് ഓർക്കണമെങ്കിൽ മക്ക എന്നുള്ള ലഫ്ദ് ഓർക്കണം. മക്ക. സുഹൃത്തെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭ്രാന്ത് പ്രദർശിപ്പിക്കലല്ല, അത് പരിശോധിക്കലല്ല എന്റെ പണി. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് അസസ് ചെയ്യലല്ല എന്റെ ജോലി. ഞാനൊരു സൈക്കാട്രിക് അല്ല. ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ലാന്ന്. ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ല. എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയോ ഓർത്തോ? ഞാൻ പറഞ്ഞത് നിങ്ങളൊരു യുദ്ധ സന്ദർഭത്തിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളൊരു വചനം ഓതി. നിങ്ങൾ എത്രയും പെട്ടെന്ന് കുസുമഗിരിയെങ്കിലും എത്തിക്കൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ശരിയേ? ശരി. അപ്പൊ നിങ്ങൾ ഉണ്ണാക്കൻസിന്റെ ടീമിലേക്ക് പോയിക്കോളൂ. ഇത് ഏത് യുദ്ധക്കളമായിരുന്നു എന്ന് പറയുമ്പോ അത് മനസ്സിലാക്കിയിട്ട് വിളിക്കൂ കേട്ടോ. അത് പറയാൻ ധൈര്യമുള്ള സമയത്ത് വിളിച്ചാൽ മതി. ഈ ഭ്രാന്ത് പ്രദർശിപ്പിക്കാനല്ലേ?
അല്ല ജബ്ബാർ മാഷ് നമ്പർ അല്ല എനിക്ക് ഇന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോന്ന് ചോദിക്കാം. അദ്ദേഹം സൈക്കാട്രിസ്റ്റ് അല്ല. നിങ്ങളുടെ നേതാവില്ലേ അദ്ദേഹം സൈക്കാട്രിസ്റ്റ് അല്ല. അദ്ദേഹം സൈക്കാട്രിസ്റ്റ് അല്ല സുഹൃത്തെ. അദ്ദേഹം സൈക്കാട്രിസ്റ്റ് അല്ല. നിങ്ങള് കുസുമഗിരിയിലെങ്കിലും എത്തിക്കൂ പെട്ടെന്ന്. നിങ്ങൾ കുസുമഗിരിയിലെങ്കിലും പെട്ടെന്ന് പോകാൻ നോക്കൂ സുഹൃത്തെ. നിങ്ങൾ ഹോസ്പിറ്റലില് അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞാല് ചിലപ്പോ കുസുമഗിരിക്ക് റെഫറൻസ് തരും. നിങ്ങളുടെ ഒരു നേതാവ് സെബാസ്റ്റ്യൻ പുന്നക്കലില്ലേ? സെബാസ്റ്റ്യൻ പുന്നക്കൽ നിങ്ങൾ കുസുമഗിരിയിലെങ്കിലും എത്തൂട്ടോ പെട്ടെന്ന്. നിങ്ങളുടെ പിന്നെ കണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഫോട്ടോയും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഹലോ, നിങ്ങളുടെ ഫോട്ടോ കൂടി ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോയും കൂടെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് പറയാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങളുടെ നേതാവ് സെബാസ്റ്റ്യൻ പുന്നക്കലില്ലേ? അയാളായിട്ട് ഡിബേറ്റ് നടത്തിയതാ. അത് മനസ്സിലായി. അപ്പൊ ഈ ഫോട്ടോയും കൂടി ഒന്ന് വെക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തുന്നതിന്റെ സുഖം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ ഉത്തരം പറ, ഇതിന് ഉത്തരം പറ. എല്ലാത്തിനും ഉത്തരം നാട്ടുകാർക്ക് കിട്ടി. ഇപ്പൊ ഇത് കണ്ട ആൾക്കാർക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഫോട്ടോയും ഫോൺ നമ്പറും കൂടി ഉപയോഗിക്കും. ഫോട്ടോയും ഫോൺ നമ്പറും വീഡിയോയിൽ വെക്കും. ബാക്കി വിശദാംശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും കൂടി സംസാരിച്ചോളൂ. എല്ലാവരുടെ സംശയം കൂടി തീർത്തോളൂ. ഏറ്റവും നന്നായിട്ട് കണ്ടെത്തുന്നിടത്ത് വെച്ച് കൊന്നുകളയൂ എന്ന് പറഞ്ഞത് ഏത് യുദ്ധക്കളത്തിലാണെന്ന് ചോദിച്ചപ്പോ തബൂക്ക് യുദ്ധം അത്രേ. തബൂക്ക് പര്യടനം എന്ന് തിരുത്തി പറയൂ. തബൂക്ക് പര്യടനത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരുടെ പേര് പറയൂ എന്നാണ്. സുഹൃത്തെ, തബൂക്ക് യുദ്ധം നടന്നില്ലല്ലോ. എവിടെ വെച്ചിട്ട് എത്ര ആൾ കൊല്ലപ്പെട്ടു? 3 സഹാബാക്കൾ പങ്കെടുത്തില്ല. അപ്പൊ അവർക്കെതിരെ അള്ളാഹുന്റെ ആയത്തൊക്കെ ഇറക്കിയിട്ട് അവർക്കെതിരെ ഒരു 50 ദിവസം അള്ളാഹു റസൂല് അവർക്കൊരു ഇതൊക്കെ ഏർപ്പെടുത്തിയത്, നിരോധനം ഏർപ്പെടുത്തിയത്. ആര്? ഈ ബൈസന്റിയൻ പെണ്ണുങ്ങളെ കാണുമ്പോ എനിക്ക് പ്രശ്നം തോന്നും, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്, പിന്നെ എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്നവരെ കുറിച്ച് അള്ളാഹ് ആയത്തിറക്കിനെ കുറിച്ചാണ് പറയണേ. അതല്ല, നിനക്കൊന്നും ഉസറും പുളിയില്ലേ ചെങ്ങയ്യെ? ഒരു സഹാബി പറയാണ്, എന്നെ അവിടുത്തെ സ്ത്രീകളെ കാണുമ്പോ എന്റെ കൺട്രോൾ പോകും, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണേന്ന് പറഞ്ഞപ്പോ എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് പറയാം. ആദ്യം നമ്മള് മക്ക എന്ന ലഫ്ദ് ഓർക്കണം. മക്ക, മീം കാഫ് ഹ. മക്ക, മീം കാഫ് ഹ. മീമിൽ നിന്ന് മുറാറത്ത് ബിൻ റബിയ, കാഫിൽ നിന്ന് കഅബ് ബിൻ മാലിക്, ഹയിൽ നിന്ന് ഹിലാൽ ബിൻ ഉമയ്യ. ഈ 3 സഹാബാക്കളാണ് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത 3 സഹാബികൾ. മനസ്സിലായോ? ശരി, മക്ക, മീം കാഫ്. മനസ്സിലായി. ഇനി ആ ഖുർആൻ വചനം അവതരിച്ചത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറഞ്ഞുതരൂ. കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യ. അത് മനസ്സിലായി. പഠിച്ചു ഉസ്താദെ. നിങ്ങള് ആ നേരത്തെ പറഞ്ഞ ഖുർആൻ വചനം അവതരിച്ച സന്ദർഭം ഒന്ന് പറഞ്ഞുതരൂ ഉസ്താദെ. അതൊന്ന് പറഞ്ഞുതരൂ ഉസ്താദെ. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് നിങ്ങൾ പറഞ്ഞു തന്നു. വളരെ നല്ല കാര്യം. ഉസ്താദ് നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. ഇനി മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞു തരൂല. മറ്റേത് ഏത് യുദ്ധ സന്ദർഭമാണ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ മർക്കസ് നിന്ന് പഠിച്ചിറങ്ങിയ പോലെ ഉണ്ടല്ലോ കോലം കണ്ടിട്ട്. നിങ്ങൾ മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണോ എന്ന് ബലമായ സംശയമുണ്ട്. ഒരു AP-യുടെ മണം അടിക്കുന്നുണ്ട്. നിങ്ങൾ മന്തിക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ടോ അല്ലേ? മന്തിക്ക് പഠിച്ചിട്ട് തല തിരിഞ്ഞു പോയതാ? മന്തിക്ക് പഠിച്ചിട്ടാണ് ഈ കോലത്തിലായത്? മന്തിക്ക് പഠിച്ചിട്ടാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായത്? മന്തിക്ക് പഠിച്ചിട്ടാണോ? മന്തിക്ക് പഠിച്ചതിന് ശേഷമാണോ നിങ്ങൾക്ക് ഈ അസ്വസ്ഥതകൾ തുടങ്ങി?